ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാതെ ഉപയോഗിക്കാത്ത ടോപ്പോ ചുരിദാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും കളയരുത്. ഇതുപോലെ നല്ല ഭംഗിയിലുള്ളൊരു ഫ്രോക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഞാൻ യൂസ് ചെയ്യാത്ത ടോപ്പിൽ നിന്നും ആണ് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ അയൽവാസിയുടെയാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ടോപ്പ് കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് പ്ലീറ്റൊക്കെ കുറച്ച് റിസ്ക്കാണ് എടുക്കാനൊക്കെ. പക്ഷേ എങ്കിലും ഞാൻ കഴിയുന്ന പരമാവധി പ്ലീറ്റൊക്കെ ഇട്ടെടുത്ത് ഇതുപോലെ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ടോപ്പ് കേട്ടോ. ഈ ടോപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം മൊത്തം വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തരിക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കൂട്ടാകട്ടോ. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളെ കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുറം മറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ആദ്യം മറിച്ചിട്ട് കൊടുക്കണം, എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്നത് 8 വയസ്സായ കുട്ടിക്കാണ് കേട്ടോ. അപ്പോൾ മുട്ടിന് കുറച്ച് അല്പം താഴേക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് 33 ഇഞ്ചാണ് മൊത്തം ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ആ 12 ഇഞ്ച് നമുക്ക് കുറച്ചിട്ട് ബാക്കി വരുന്നതാണ് സ്കേർട്ട് പാർട്ടിന് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 33 നിന്നും 12 കുറച്ചാൽ നമുക്ക് ഇവിടെ 21 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 1/2 ഇഞ്ച് മാത്രം സീം എലമെൻറ്റ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നതുള്ളൂ. അല്ല, നിങ്ങൾക്ക് താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊരു വർക്കാണ് നമുക്ക് താഴെ ഭാഗത്ത് വരുന്നത്. അതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താഴെ ഭാഗം മടക്കി തയ്ക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് സീം എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിത് 4ആയിട്ട് നമ്മൾ തുണിയൊക്കെ മടക്കി ഇടുന്നത് പോലെ തന്നെ 4 ലെയറായിട്ട് നമ്മൾ ടോപ്പ് 2ആയിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് അത്യാവശ്യം വീതി നമുക്ക് താഴെ ഭാഗത്തേക്ക് ആണ് കുറച്ചൊക്കെ അത്യാവശ്യം നല്ല വീതിയിൽ കിട്ടുക. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് നിന്ന് വേണം മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിതാ 21.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ട് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി യോക്ക് ഭാഗവും അതുപോലെ തന്നെ സ്ലീവും എല്ലാതും കട്ട് ചെയ്യണം. അപ്പോൾ ഈ ബാക്കി വന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അഴിച്ച് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ അഴിച്ച് മാറ്റിയെടുക്കണമെന്നില്ല, ഇതുപോലെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് യോക്ക് പാർട്ടിന് 13 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ടായിട്ട് ജോയിൻറ്റ് ചെയ്യാനും 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറായിട്ട് ജോയിൻറ്റ് ചെയ്യാനും, അങ്ങനെ 1 ഇഞ്ച് നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗമാണ് പാകാകാതിരിക്കുക കേട്ടോ. നെക്കിൻ്റെ ഇത് നമുക്ക് മുതിർന്നവർക്ക് ഉള്ള നെക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് പാകാവും. പക്ഷേ ചിലപ്പോൾ നമുക്ക് വീതി കുറച്ച് അധികമാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ അധികം ആകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അധികം ബോറായിട്ടൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നെക്കിൻ്റെ അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ബട്ടൺസോ മുത്തോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗി കൂട്ടിയെടുത്താൽ നമുക്ക് നെക്കൊന്ന് ഒതുങ്ങി കിട്ടും ചെയ്യും. അവിടെ നല്ലൊരു ഭംഗിയായിട്ട് കിടക്കും ചെയ്തോളും. അങ്ങനെയൊക്കെ നെക്ക് വീതി കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം, അതുപോലെ തന്നെ കൈക്കുഴി മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ 6 ഇഞ്ചാണ് ഇവിടുന്ന് ഷോൾഡറിൻ്റെ വീതി എടുക്കുന്നത്, 6 ഇഞ്ചാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൈക്കുഴി ഞാൻ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ കൈക്കുഴി 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് ചെസ്റ്റ് അളവ് 7 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 7 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി സീം എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ നമുക്ക് സീം എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് വണ്ണം സെയിം തന്നെയാണ്, 7 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി സീം എലമെൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് 8.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്നും താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് ഈ ഒരു അറ്റത്ത് വെച്ചിട്ടോ, ഈ ഒരു ഭാഗത്ത് നിന്നും
1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 1 ഇഞ്ചിലേക്ക് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരക്കാൻ. കാരണം അവിടെ നമുക്ക് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ സീം എലമെൻറ്റ്സ് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് കൈക്കുഴി കുഴിച്ച് വരച്ചിട്ടില്ല, അത് മറന്നുപോയി. നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരക്കാം. അപ്പം ഞാനിത് അവിടെ ആദ്യം 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വീണ്ടും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആദ്യം ഈ 1 ഇഞ്ചിലൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ചെസ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരിക. ഇനി നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തല്ല, 1/2 ഇഞ്ചിലൂടെ ഇതുപോലെ നമ്മൾ ഷോൾഡറായിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് കുഴിച്ച് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലൂടെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തു, പിന്നെ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഇനി നമുക്ക് ഈ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മളെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ. നമുക്കിതുമ്പോൾ നെക്കൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാൻ. അപ്പോൾ സ്ലീവിന് ഞാൻ 6 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മേലെ ഷോൾഡറുമായിട്ട് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ ഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, ആ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മടക്കി തയ്ക്കേണ്ടവർ 1 ഇഞ്ചും കൂടിയും ഏറിട്ട് കൊടുത്ത് 1.5 ഇഞ്ച് ഏറിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് നമ്മളെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും കൂടി ഞാൻ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഇവിടെ നിന്നും ഒരു 3.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൈക്കുഴിയുടെ ഒരു പകുതി ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. പകുതി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 1/2 ഇഞ്ചിലൂടെ നമ്മൾ ഇതൊന്ന് കുഴിച്ച് ഒന്ന് വരച്ച് കൊടുക്കുക. ഈ 3.5 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഫുള്ള് താഴെ ഭാഗത്തെ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യണമെന്ന് എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വണ്ണം എനിക്ക് 4.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ചും കൂടി സീം എലമെൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്ര നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഈ ഒരു തുമ്പുവശത്തൊന്ന് മാർക്കിങ് കൊടുക്കുക, ഒരു നോച്ചിട്ട് കൊടുക്കുക. നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ടും സ്ലീവും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്തു. പിന്നെ ബാക്കി വന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ, ഈ തുണിയിൽ നിന്ന് വേണം നമുക്ക് ഫ്രോക്കിൻ്റെ വള്ളിയും അതുപോലെ ബാക്കി വന്ന പീസ് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് 2 സൈഡിലായിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നാൽ നമ്മളെ ഫ്രോക്കിന് നല്ലപോലെ പ്ലീറ്റും ഉണ്ടാവും, ഫ്രോക്കിന് ഭംഗിയും കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ഒരു പ്ലീറ്റൊക്കെ ഒന്ന് അയച്ചെടുത്ത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് അയച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഇതൊക്കെ ഒന്ന് അയച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ അയച്ചെടുത്ത് അതിൻ്റെ വള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന ഈ ഒരു തുണി നമുക്ക് അതിമൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ട് മൊത്തം ഇതുപോലെ നമ്മൾ യോജിപ്പിച്ചെടുക്കാനുള്ളതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. സ്കേർട്ട് ഭാഗം കേട്ടോ, അടിവശത്തേക്കില്ല ഒരു തുണി ഉണ്ടല്ലോ പീസ്, ആ ഒരു പീസൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കട്ടോ എപ്പോഴും നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ മൊത്തം എല്ലാതും ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കേട്ടോ അതാ കണ്ടില്ലേ, ഇതാ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ യോജിപ്പിച്ച് താഴെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പീസുമ്മേ നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെച്ചെടുത്തത് ഇതാ ഈ ഒരു സെൻറ്ററിലൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ 2 പീസ് ഇതുമേ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബാക്കിൽ വെച്ചെടുക്കാനുള്ള വള്ളി അതൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിട്ട് ഇതാ 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വള്ളിയുടെ നീളം എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പം ഞാൻ ഇത്ര പോകുന്നൊരു വള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തോനെയുള്ള തുണിയിലെ ഭാഗത്തൊക്കെ ഇതുപോലെ കട്ട് ചെയ്തൊന്ന് കൊടുക്കട്ടെ, എന്നാലും നമുക്ക് തിരിച്ചിടാൻ കഴിയുള്ളൂ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല വശം പുറമേക്കാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുക.
കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ നമ്മളെ വള്ളി റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 വള്ളിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ആദ്യം നമുക്ക് ഈ 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ 1/2 ഇഞ്ച് വീതം നമ്മൾ 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് തയ്ച്ചപ്പോഴാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഏറെ എക്സ്ട്രാ വന്ന് കിടക്കണ തുണിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. കൈക്കൂടെ ആ ഭാഗത്തൊക്കെ തോനെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ തുന്നി ഞാൻ അയച്ചെടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സ്ലീവിൻ്റെ തുന്നൊന്ന് അയച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തുന്നി അയച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തുന്നുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് അയച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ നെക്കിൻ്റെ നമ്മളെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കൈക്കൂടെ ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്ററും തമ്മിൽ ഇതുപോലെ നല്ല വശം തമ്മിൽ യോജിപ്പിച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, എന്നാൽ പെട്ടെന്ന് തുന്നി വിട്ടു പോരൂല. 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങേ വശം തയ്ച്ച് പിന്നെ ഇങ്ങേ വശം തയ്ച്ചെടുത്തു. അപ്പോൾ അതാ നമ്മൾ 2 സ്ലീവും ഇതിമേ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് മൂട്ടിയെടുക്കാം. അപ്പോൾ സൈഡ് മൂട്ടുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൻ്റെ ഭാഗം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വള്ളി ഉണ്ടല്ലോ, ഈ വള്ളി നമ്മൾ സൈഡ് മൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് വെച്ചെടുക്കണം. 1/2 ഇഞ്ച് മുകളിലാക്കി വെച്ചെടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് മുകളിലാക്കി വെച്ചെടുക്കുന്നത് നമുക്ക് സ്കേർട്ട് പാർട്ടായിട്ട് അവിടെ തയ്ക്കാൻ ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ 1/2 ഇഞ്ച് മുകളിലാക്കിയിട്ട് നമ്മൾ വള്ളി വെച്ചെടുത്തിട്ട് സൈഡൊന്ന് മൂട്ടിയെടുക്കുക. അപ്പോൾ ഇതാ വള്ളി വെച്ചെടുത്തിട്ട് ഇതാ സൈഡ് 2ഉം മൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗം 2 വശം മൂട്ടിയെടുത്ത് വള്ളിയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഫിനിഷ് ചെയ്യാം. സ്കേർട്ട് പാർട്ട് ഇനി ഇതിമേ വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ടിന് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു പ്ലീറ്റുകൾ നമുക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങേ അറ്റം വരെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീതി നമുക്ക് കിട്ടേണ്ടത് 26 ഇഞ്ചാണ്. 26 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ല, 22 ഇഞ്ചുള്ള കിട്ടണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇവിടുന്നായിട്ട് അധികം കൂടി നിൽക്കുന്ന പ്ലീറ്റ് ഭാഗം ഉണ്ടാവുമല്ലോ, ഒരു ഭാഗത്തുനിന്ന് കുറച്ച് അപ്പുറമൊക്കെ ആയിട്ടൊന്ന് തുന്നി അയച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ അവിടെ ഇട്ടിട്ട് തുന്നി അയച്ചെടുത്തു. ഇനി നമുക്ക് 26 ഇഞ്ച് വീതി കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ 26 ഇഞ്ചിൽ നമുക്ക് വീതി കിട്ടുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചിലാണ് ഞാനിവിടെ മൂട്ടിയെടുക്കണത് കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരു നല്ല വശം യോക്ക് പാർട്ടിൻ്റെ നല്ല വശം തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് വെച്ചിട്ട് ഉൾവശത്തേക്കാക്കിയിട്ട് ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചെടുക്കട്ടോ. അത് അവിടെ കണ്ടില്ലേ, ഈ പിന്നെ വള്ളി അതിൽ പെടാതെ നോക്കണ വള്ളി പുറമേക്ക് ആക്കിയിട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ഇതിനാണ് ഞാനിവിടെ 1/2 ഇഞ്ച് നമ്മൾ വിട്ടിരുന്നത്. ഈ 1/2 ഇഞ്ചിലൂടെ തന്നെ ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക. ഇപ്പോൾ സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും കൂടി യോജിപ്പിച്ച് ചുറ്റുഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇത് അത്യാവശ്യം നമുക്ക് പ്ലീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സൈഡിൽ വള്ളിയൊക്കെ വെച്ചെടുത്തിട്ട് നല്ല ഭംഗിയിലുള്ളൊരു ഫ്രോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിമൊരു ഫ്ലവർ വെച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചെറിയൊരു ഫ്ലവറും വെച്ചെടുത്തിട്ടുണ്ട്. മുത്തും വെച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവറിന്മേൽ ഒരു 3 മുത്തും വെച്ചെടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ അടിവശം കാണിച്ചു തരാം. അടിവശം കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ സൈഡ് വശത്ത് 2 തുണി വെച്ചെടുത്തിനല്ലോ, ആ ഒരു ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് സൈഡിലായിട്ടാണ് ഞാൻ ഈ ഒരു തുണി വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിക്ക് ബോറായിട്ട് വരില്ല, അങ്ങനെ അറിയൊന്നുമില്ല. നല്ല പ്ലീറ്റായിട്ട് അധികം പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് 2 സൈഡിലായിട്ട് വെച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു സൈഡിലും. അതുകൊണ്ട് നമുക്ക് ബോറായിട്ടോ ഒന്നും തോന്നുന്നില്ല, നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട്, നല്ല പ്ലീറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോപ്പൊക്കെ ഇതുപോലെ പഴയത് കിടക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട, ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കൊക്കെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ക്രിസ്മസ് ഫ്രോക്ക് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ റെഡ് ചുരിദാറോ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രോക്കും തയ്ച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.